വാളയാർ കേസുമായി ബന്ധപ്പെട്ട് CBI ഒരു സുപ്രധാന നീക്കം ആരംഭിച്ചെന്ന് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആത്മഹത്യ ചെയ്ത പെൺകുട്ടികളുടെ അമ്മയെയും അച്ഛനെയും പ്രതി ചേർക്കണമെന്ന് CBI കോടതിയിൽ ആവശ്യപ്പെട്ടു എന്ന് പറയുന്നു. ആ സന്ദർഭത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഈ വാർത്ത ഒരു വിസ്ഫോടനമായി മാറിയില്ല, ചർച്ചയായില്ല. അതാകുന്നതിന് മുന്നോടിയായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില എക്സ്ക്ലൂസീവുകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഓടുന്നുണ്ട്. അതിൽ ഒരെണ്ണത്തിൻ്റെ ചെറിയ ശകലം ഒന്ന് കാണാം. ഈ കേസിൽ വിധി വന്നിരിക്കുന്നു. എല്ലാവരെയും പ്രധാന പ്രതികളെല്ലാം കുറ്റമുക്തരാക്കിയിട്ടുണ്ട്. ഈ സർക്കാരിനോട്, ഈ മുഖ്യമന്ത്രിയോട് ഈ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? അവർക്ക് ശിക്ഷ തീർച്ചയായിട്ടും കിട്ടണം തന്നെ പറയാനുള്ളത്. അവരിപ്പോൾ ഇന്ന് ശിക്ഷ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഇതിന് മുന്നേ എന്തുകൊണ്ട് ചെയ്തില്ല അവർ? ഇനിയിപ്പോൾ അവരിനെ പിടിച്ച് ശിക്ഷ ഉറപ്പായി കൊടുക്കും പറയണ്ടല്ലോ. ഇതിൻ്റെ മുമ്പ് പിടിച്ചപ്പോൾ അവരിന് എന്തുകൊണ്ട് ശിക്ഷ കൊടുത്തില്ല, വെറുതെ വിട്ടു? മുഖ്യമന്ത്രി ആദ്യം നൽകിയ ഉറപ്പ് പാലിച്ചില്ല. അതെ, ഇതിക്ക് മുമ്പ് ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പിടിച്ച പ്രതികൾക്ക് എന്തായാലും ശിക്ഷ ഉറപ്പായി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോൾ എന്തുകൊണ്ട് അവരിനെ വെറുതെ വിട്ടു? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്ന് കരുതുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് കരുതുന്നത്? രാഷ്ട്രീയ ഇടപാട് കൊണ്ട് തന്നെയല്ലേ അവരിനെ വെറുതെ വിട്ടത്. ഞങ്ങൾ എത്ര തെളിവ് കൊടുത്തിട്ട് പോലും അവരിനൊന്നുമില്ലാത്ത വിധത്തിൽ വിട്ടെങ്കിൽ അതിൽ രാഷ്ട്രീയ കളി ഉണ്ടെന്നുള്ള ഒരു ഉറപ്പാണല്ലോ. CPM. എല്ലാവരും CPM ആണോ? എല്ലാവരും ചോദിച്ചാൽ ചെറിയച്ഛൻ്റെ മകനും ചേച്ചിൻ്റെ മകനൊക്കെ LDFിൻ്റെ ആൾക്കാരാണ്. കേട്ടല്ലോ, അവതാരകന്റെ ചോദ്യം ഏത് രീതിയിൽ കോൺട്രൈസ് ചെയ്യാനാണ് ശ്രമിക്കുന്നതെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാകും. സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും. ഇനി ആ കേസിൻ്റെ CBI അന്വേഷണം പൂർത്തീകരിച്ച ഘട്ടമാണ് നിങ്ങൾ കേട്ടത്. പൂർത്തീകരിക്കുന്നതിന് മുന്നോടിയായിട്ട് ഇരയായ അമ്മയോടൊപ്പം കേരളത്തിലെ മാധ്യമങ്ങളും ഒപ്പം അവരുടെ രക്ഷകർത്താക്കളായിട്ട് ഈ ചിത്രത്തിൽ കാണുന്ന കോൺഗ്രസുകാർ, നീലാണ്ടന്മാർ, കാരശ്ശേരിമാർ, BJPക്കാർ, സംഘപരിവാറുകാർ, സുഡാപ്പികൾ, ജമാഅത്ത് ഇസ്ലാമികൾ എല്ലാവരും അണിനിരന്നു ആ അമ്മയ്ക്ക് നീതി ഉറപ്പാക്കാൻ. സ്വാഭാവികമായിട്ടും രണ്ട് കുരുന്ന് പെൺകുട്ടികൾ ലൈംഗിക പീഡനത്തിന് ഇരയായി മനംനൊന്ത്, ആരുടെ? അമ്മയുടെയും അച്ഛൻ്റെയും ഈ ക്രൂര പ്രവൃത്തിയിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്യുമ്പോൾ അവരെ പൊക്കിക്കൊണ്ട് നടന്ന ഈ വൃത്തികെട്ടവന്മാരെയും കേസിൽ പ്രതി ചേർക്കണ്ടേ? ഈ നാട്ടിൽ എന്ത് അലവലാതിത്തരം കാണിക്കുന്നവരെയും പൊക്കിക്കൊണ്ട് രാഷ്ട്രീയ നേട്ടത്തിന് നടക്കുന്നവരാണെന്ന് ഈ ഒരു സംഭവം തെളിയിക്കുന്നുണ്ട്. എന്തായാലും ആ കേസുമായി ബന്ധപ്പെട്ട് കുറ്റപത്രത്തിൻ്റെ കുറച്ചു ഭാഗം ഏഷ്യാനെറ്റെങ്കിലും റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. അവർ കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ ഇതിനെ സംബന്ധിച്ച് കൊടുത്ത വാർത്തയുടെ കുറച്ച് വരികൾ നിങ്ങൾ കേൾക്കണം. എന്നിട്ട് ഇവരെ പേറിക്കൊണ്ട് നടന്നവർ ഈ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിനോ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനത്തിനോ യോഗ്യരാണോ എന്ന കാര്യം നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാവുന്നതാണ്. ആ വാർത്തയിൽ ഇങ്ങനെയാണ് ഏഷ്യാനെറ്റിൻ്റെ ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ച വാർത്തയുടെ മധ്യഭാഗത്തെത്തുമ്പോൾ ചില വരികൾ ആരംഭിക്കുന്നത്. മക്കളുടെ മുന്നിൽ വെച്ച് ഒന്നാം പ്രതി അമ്മയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്നും ഇളയ കുട്ടിയെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് അമ്മയുടെ അറിവോടെയാണെന്നും കൊച്ചി CBI കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിൽ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. സംസ്ഥാന പോലീസ് അന്വേഷണത്തിനെതിരെ കുട്ടിയുടെ അമ്മ നൽകിയ ഹർജിയിൽ അന്വേഷണം ഏറ്റെടുത്ത CBI അമ്മയെ 2ാം പ്രതിയും അച്ഛനെ 3ാം പ്രതിയുമാക്കിയാണ് കുറ്റപത്രം നൽകിയത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ വിവിധ വകുപ്പുകൾ ചുമത്തി. 13ഉം 9ഉം വയസ്സുള്ള 2 പെൺകുട്ടികളെ 52 ദിവസത്തിൻ്റെ ഇടവേളയിൽ വീട്ടിലെ ഒറ്റ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിലായിരുന്നു CBI അന്വേഷണം. അമ്മയുടെ ഹർജിയിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കേസ് ഏറ്റെടുത്ത CBI കൊച്ചിയിലെ കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിലാണ് മനസ്സ് മരവിപ്പിക്കുന്ന കണ്ടെത്തൽ പിന്നീടുണ്ടായത്. അമ്മയും അച്ഛനും അറിഞ്ഞുകൊണ്ട് തന്നെ പ്രതികൾ പീഡനത്തിന് ഇട്ടുകൊടുത്തു എന്നാണ് CBI കണ്ടെത്തൽ. കൊച്ചി CBI കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിലെ വിശദാംശങ്ങൾ 2 പെൺകുഞ്ഞുങ്ങൾ നേരിട്ട ക്രൂരമായ ദുരിത പർവ്വമാണ് വിവരിക്കുന്നത്. കുട്ടികളുടെ അമ്മ മക്കളുടെ മുന്നിൽ വെച്ച് 1ാം പ്രതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഇളയ കുട്ടിയെ 1ാം പ്രതി പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതിന് ഈ അമ്മ തന്നെ സാക്ഷിയാണ്. മൂത്ത മകളുടെ മരണത്തിന് കാരണക്കാരൻ 1ാം പ്രതിയാണെന്ന് അറിഞ്ഞിട്ടും ഇളയ മകളെയും ക്രൂരതയ്ക്കിട്ടുകൊടുത്തു. കുട്ടികളുടെ അവധി ദിവസങ്ങളിൽ 1ാം പ്രതിയെ അമ്മ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. 2016 ഏപ്രിലിൽ മൂത്ത കുട്ടിയെ പ്രതി അമ്മയുടെ കണ്ണിൻ മുന്നിൽ വെച്ചാണ് ബലാത്സംഗം ചെയ്യുന്നത്. 2 ആഴ്ച കഴിഞ്ഞ് അച്ഛനും ഈ ഹീനകൃത്യം കണ്ടുനിന്നു. പോലീസ് അന്വേഷണത്തിൽ മാതാപിതാക്കൾ മറച്ചുവെച്ച ഈ കാര്യങ്ങളാണ് CBI കണ്ടെത്തിയിരിക്കുന്നത്. 11-കാരിയായ മൂത്ത കുട്ടി 2017 ജനുവരി 13-നും
9 വയസ്സുകാരിയായ ഇളയ കുഞ്ഞിനെ അതേ വർഷം മാർച്ച് 4-നുമാണ് സ്വന്തം വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കേട്ടല്ലോ, ഇതിനേക്കാൾ ഒരു ക്രൂര സംഭവം ഒരു അമ്മയും അച്ഛനും ചേർന്ന് ആ കുഞ്ഞുങ്ങളോട് കാണിക്കാനുണ്ടായിരുന്നു. എന്നിട്ട് അത് സർക്കാരിൻ്റെ തലയിൽ വയ്ക്കാൻ പരമാവധി പരിശ്രമിച്ചു. ഇനിതേ ഇവരുടെ സംരക്ഷകരായിട്ടുള്ള ഈ മഹാന്മാരുടെ ഫോട്ടോയൊന്ന് കണ്ടില്ലേ? ഈ അലവലാതിത്തരം കാണിച്ച സ്ത്രീയെ സംരക്ഷിക്കാൻ വേണ്ടിയും അവർക്ക് നിയമസഹായം കൊടുക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയവന്മാരുടെ അതേ പട്ടികയിലാണ് ഈ കാണുന്നവന്മാരെയും ചേർക്കേണ്ടത്. ആ കുട്ടികളുടെ ആത്മാവിന് ആത്മശാന്തി കിട്ടാത്ത രീതിയിലുള്ള ഇടപെടലാണ് ആ ക്രൂരയായ പിഴച്ച തള്ളയെ കൊണ്ട് നടന്ന് ഇവർ ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ആർക്കാണോ ആ കുട്ടികളെ പീഡനത്തിന് ഇരയാക്കാൻ കാഴ്ചവെച്ചത്, ആ കാഴ്ചവെച്ചവന്മാരുടെ മനോഭാവമാണ് ഈ കാണുന്നവന്മാർക്കുള്ളതെന്ന് നിസ്സംശയം പറയാം. രാഷ്ട്രീയ നേട്ടത്തിന് എന്ത് തെമ്മാടിത്തരവും കാണിക്കരുത്, എന്ത് അലവലാതിത്തരവും കാണിക്കരുത്. അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഈ നരാധമന്മാരെ ഈ സമൂഹം മാറ്റി നിർത്തണ്ടേ? ഇവർ പറയുന്ന വാചക കസരത്തുകളെ ഇനി വിശ്വസിക്കേണ്ടതുണ്ടോ? ഇവർ ഇപ്പോഴും രാഷ്ട്രീയ അന്ധത ബാധിച്ചുകൊണ്ട് ഏത് അലവലാതിത്തരം കാണിക്കുന്ന ഇതുപോലുള്ള പിഴച്ച സ്ത്രീകളെയൊക്കെ ഉയർത്തി വാർത്തകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കും, സംരക്ഷകരാകാൻ ശ്രമിക്കും. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അവർക്കും ആ സ്ത്രീയുടെ മനോഭാവം തന്നെയാണ്. ആ മനോഭാവക്കാരെ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വേണമോ എന്ന് ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്ത ഈ കുറ്റപത്രത്തെ വെച്ചിട്ട് ഓരോരുത്തരും ചിന്തിക്കേണ്ട സന്ദർഭമാണ്. നമ്മുടെ വീട്ടിൽ ഇതേ സംഭവമുണ്ടായാലും അതിന് സാഹചര്യമൊരുക്കിയവരെ സംരക്ഷിക്കുക മാത്രമായിരിക്കും ഇവരുടെ ലക്ഷ്യം. അതുമാത്രമാണ് ഇവരെ മൊട്ടയടിച്ച് പിണറായി വിജയനെതിരെ മത്സരിപ്പിച്ചതും കേരളത്തിലുടനീളം കൊണ്ട് നടന്ന് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി വിൽപ്പന ചരക്കാക്കിയതും. ഇത് ഈ നാട് ചിന്തിക്കേണ്ടതുണ്ട്. എത്ര മലീമസമാണ് ഇവരുടെ മനസ്സിലെ രാഷ്ട്രീയമെന്ന് കൃത്യമായി വെളിവാക്കുന്നതാണ് CBI കുറ്റപത്രം. അതുകൊണ്ട് ആ അച്ഛനമ്മമാരെ മാത്രമല്ല, അവർ ചെയ്ത ഈ ക്രൂര കുറ്റകൃത്യത്തെ ന്യായീകരിക്കാനും അതിനെ മറച്ചു പിടിക്കാൻ ശ്രമിച്ച ഈ നെറുകെട്ടവന്മാരും ആ കുട്ടികളെ പീഡിപ്പിച്ചവരെ പോലെ തന്നെ ശിക്ഷിക്കപ്പെടാൻ ബാധ്യസ്ഥരാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാര്യം ആ കുട്ടികൾക്ക് നീതി കിട്ടുന്നതിൽ നിന്ന് അവരെ ക്രൂരമായി പീഡിപ്പിച്ചവരെ രക്ഷിക്കാൻ വേണ്ടി അമ്മയോടൊപ്പം നിന്ന ഭൂലോക അലവലാദികളാണെന്ന് നിസ്സംശയം പറയാം.